പാൽക്കൊഞ്ച് തയ്യാറാക്കുന്നതിനായിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ കൊഞ്ച്, അതിൽ ചുമന്ന മുളക് പൊടിച്ചത്, മുളക് പൊടിയല്ല ക്രഷ്ഡ് ചില്ലി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അല്പം ഉപ്പ്, ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് മാരിനേഷൻ കഴിഞ്ഞ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങാം. ഇത് വെച്ചിരുന്ന കൊഞ്ച് ഒരു 50% ഒന്ന് വറുത്തെടുത്തു. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി തുടങ്ങിയ മസാലകളെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി മൂത്ത് വന്നപ്പോൾ 1/4 പാല് തേങ്ങയുടെ വെളിച്ചെണ്ണ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്നത് പകുതി ഒഴിച്ചു. അതാണ് ഈ കാണുന്നത്. വളരെ സ്വാദിഷ്ടമായ ഒരു ഡിഷാണ്. വളരെ സ്വാദിഷ്ടമായ പാൽക്കൊഞ്ച് തയ്യാറായി. എല്ലാവരും ഉണ്ടാക്കി നോക്കി എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതണം.